ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചിട്ടും നടൻ സിദ്ദീഖിന് പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സിദ്ദീഖ് എവിടെയാണെന്നുള്ളത് പോലീസിന് കണ്ടെത്താനായിട്ടില്ലത്. സിദ്ദീഖിനായി എറണാകുളം കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും പരിശോധനയും നടന്നിരുന്നു. അതിനിടെ സിദ്ദീഖിന്റെ കാർ ആലപ്പുഴയിൽ കണ്ടെന്നും റിപ്പോർട്ടുകളുമുണ്ട്. പ്രമുഖ സിനിമാ പ്രവർത്തകർ അടക്കം നിരീക്ഷണത്തിലുമാണ്. സിദ്ദീഖിന്റെ മകനും സിദ്ദീഖ് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പുറത്തുവരുന്ന സൂചന. എറണാകുളത്ത് സിദ്ദീഖിന്റെ വീടുകളും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടുകളുമെല്ലാം പോലീസ് അന്വേഷിച്ചു. ഹോട്ടലുകളിലടക്കമുള്ള പരിശോധന ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നു. അതിനിടെ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണെന്നുള്ള ആരോപണം അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിഗമനം. സിദ്ദീഖിനായി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഥിരം സിനിമാ ലൊക്കേഷനുകളെല്ലാം പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. ആലുവയിലും വ്യാപക പരിശോധനയാണുള്ളത്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നടൻ സിദ്ദീഖ് സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി നൽകിയേക്കും. ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചു. അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തയ്യാറാക്കുന്നത്. 2016 നടന്ന സംഭവത്തിൽ 2024 പരാതി നൽകിയത് ചോദ്യം ചെയ്താകും ഹർജി. അതേസമയം സിദ്ദീഖിന്റെ നീക്കം മുൻകൂട്ടി കണ്ട് തടസ്സവാദ ഹർജി സമർപ്പിക്കാൻ പരാതിക്കാരിയും തീരുമാനിച്ചു. ഇതോടെ വലിയ നിയമ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത്. സിദ്ദീഖിന്റെ വാഹനം ഇന്നലെ രാത്രി ആലപ്പുഴയിൽ കണ്ടതായാണ് വിവരം. ആലപ്പുഴയിലെ പ്രധാന റിസോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും സിദ്ദീഖിനായി പോലീസ് തെരച്ചിൽ നടത്തി. പുന്നമടയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിലാണ് കാറ് കണ്ടത് എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമായി വിലയിരുത്തലുമുണ്ട്. ഹൈക്കോടതിയിലെ വിധി പകർപ്പുമായി സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിൽ കീഴടങ്ങാനുള്ള ആലോചനകളും സിദ്ദീഖ് നടത്തുന്നുണ്ട്. സിദ്ദീഖിന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൽ സമീപകാലത്ത് പരാതി നൽകിയതടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ ഉയർത്താനാണ് നീക്കം. സിദ്ദീഖിന്റെ മകൻ രാത്രി വൈകിയും കൊച്ചിയിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിദ്ദീഖിനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വെല്ലുവിളിയാണ്. പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണെന്ന് ആരോപിച്ച് അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഗുരുതര കുറ്റകൃത്യത്തിൽ സിദ്ദീഖിന്റെ പങ്കിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഉദാസീനമായ മനോഭാവമാണ് അന്വേഷണ സംഘം പുലർത്തുന്നത് എന്നാണ് ആരോപണം.